എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയുടേത് ക്രൂര കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിന്റെ രണ്ട് ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നുവെന്നും മൃതദേഹം റിപ്പോർട്ടിൽ പറയുന്നു. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, നടന്നത് ക്രൂര കൊലപാതകമെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മറ്റെന്തൊക്കെയാണ് വ്യക്തമാവുന്നത്? ഇന്ന് നടന്ന പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലാണ് കഴുത്തിൽ കാര്യമായ രീതിയിൽ പൊട്ടലുകളുണ്ട്. അത് ഒരു പക്ഷേ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കൊണ്ടാകാം. അതോടൊപ്പം തന്നെ വാരിയെല്ലിനും ഒക്കെ തന്നെ പൊട്ടലുകളുണ്ട്. അതോടൊപ്പം തന്നെ കൈ ഒടിച്ച നിലയിലാണ്. ഇത് കൊലപാതകത്തിന് ശേഷമാണോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നു. എന്തായാലും വളരെ ക്രൂരമായ രീതിയിലാണ് ഈ വയോധികയെ കൊലപ്പെടുത്തിയതെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും, മാത്യുവിനെയും ഭാര്യയെയും അന്വേഷിച്ച് പോലീസ് ഇപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമാണ് നടന്നു വരുന്നത്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ പ്രതികൾ കേരളം വിട്ടു പോയിട്ടുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട്. കാരണം ഈ മാത്യുവിന്റെ ഭാര്യ, രണ്ടാം ഭാര്യ കർണാടക സ്വദേശിയാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരുന്നു. എന്തായാലും പ്രതികളെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സ്ത്രീയുടെ മൃതദേഹം കലൂരിന് സമീപത്ത് നിന്നും പോലീസ് കണ്ടെടുത്തത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.